വയനാട് ചൂരൽമല മുണ്ടക്കി ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ ഇന്ന് തുറക്കും. GLPS മേപ്പാടി, GHS മേപ്പാടി എന്നീ സ്കൂളുകളാണ് ഇന്ന് തുറക്കുന്നത്. ഉരുൾപൊട്ടലിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുശോചനം രേഖപ്പെടുത്തും. വിരളുമായി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അർജുൻ PS ചേരുകയാണ്. അർജുൻ, മാസങ്ങൾക്ക് ശേഷമാണ് വിദ്യാലയങ്ങൾ വീണ്ടും വിങ്ങലോടെ തുറക്കുന്നത്. അത്രത്തോളം സങ്കടത്തോടെയാണ് അവിടെ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നത്. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മരിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിദ്യാലയങ്ങൾ തുറക്കുക. അവിടുത്തെ മറ്റു വിവരങ്ങളും. തീർച്ചയായും നമ്മളിപ്പോൾ കാണുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദിവസങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ഒരു സ്കൂളിലേക്ക് വീണ്ടും എത്തി ഇവിടെ ഒത്തുകൂടുന്നത്. തങ്ങളുടെ കൂടെ പഠിച്ച 3 പേർ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരുന്നു. ഈ സ്കൂളിലെ 3 വിദ്യാർത്ഥികളാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. അവർക്കുള്ള അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, ഒരു അനുശോചനം അർപ്പിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ ഇവിടെ നിരന്നു നിൽക്കുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്ന അധ്യാപകരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിന് ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നു. പക്ഷേ തങ്ങളുടെ 3 പ്രിയപ്പെട്ട കൂട്ടുകാർ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു വിഷമത്തിൽ കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുന്നത്. അധ്യാപകരുടെ മുഖത്തും ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനു മുൻപ് ഈ ഒരു സ്കൂൾ ക്യാമ്പായിരുന്നു. അതായത് ദുരിതം അനുഭവിച്ചവർക്കുള്ള ക്യാമ്പായി പ്രവർത്തിച്ച സ്കൂളാണ് ഈ നമ്മൾ കാണുന്ന ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള LP സ്കൂളും. ഈ LP സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിരവധി പേർ ഈ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അതായത് കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികളടക്കം ഉണ്ടായിരുന്ന സ്കൂളാണ് ഇവിടം. ആ സ്കൂളാണ് വീണ്ടും ഇപ്പോൾ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇപ്പോൾ തുറന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ രാവിലെ തന്നെ ഇവിടെ എത്തി, നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് തങ്ങളുടെ കൂട്ടുകാരെയാണ്. മാത്രമല്ല തങ്ങളുടെ ബന്ധുക്കാരടക്കം അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കൾ, നിരവധി സുഹൃത്തുക്കൾ, അയൽവക്കത്തുള്ളവരൊക്കെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോഴും തങ്ങളുടെ സ്കൂൾ വീണ്ടും തുറന്നതിനുള്ള ഒരു സന്തോഷം കൂടി ഈ വിദ്യാർത്ഥികൾക്കുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം തങ്ങൾ സ്കൂളിലേക്ക് വരുന്നു, തങ്ങളുടെ കൂട്ടുകാരെ കാണുന്നു, അവരോട് സൗഹൃദം പങ്കിടുന്നു. നമ്മൾ രാവിലെ തന്നെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. അതായത് വിദ്യാർത്ഥികളൊക്കെ ഇവിടേക്ക് എത്തുകയും അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികളോട് സംസാരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള അധ്യാപകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അധ്യാപകരടക്കം നേരത്തെ തന്നെ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോഴും വിദ്യാർത്ഥികളൊക്കെ ഇവിടെ നിൽക്കുകയാണ് ഒരു അനുശോചനം രേഖപ്പെടുത്തുവാൻ. നമ്മുടെ കൂടി ഇപ്പോൾ ഇവിടെ സ്കൂളിലെ PTA പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു. സാർ, കുറേ നാളുകൾക്ക് ശേഷമാണ് 3 വിദ്യാർത്ഥികളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം വീണ്ടും സ്കൂൾ തുറക്കുകയാണ്. നമ്മൾ പുതിയ ഒരു ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഒപ്പം കളിച്ചും പഠിച്ചും വളർന്ന 3 വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വേദനയിലാണ് ഇന്നത്തെ അധ്യയന വർഷം തുടങ്ങുന്നത്. അത് തന്നെ വാക്കുകൾ കൊണ്ട് അതിന് പറയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പ്രയാസമാണ് ഒപ്പം ഒരേ ക്ലാസ് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിരുന്ന സഹപാഠികൾക്കുള്ളത്. ഞങ്ങളതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു അനുസ്മരണവും ആ കുട്ടികൾക്കൊരു ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതുപോലെ തന്നെ നമ്മുടെ കൂടെ മറ്റൊരാൾ ചേരുന്നുണ്ട്. ഇവിടെയുള്ള PTA SMC ചെയർമാൻ. സാറേ, കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സ്കൂൾ വീണ്ടും പ്രവർത്തനമായത്. വലിയ ഒരു സംവിധാനം. നമ്മളൊരു ദുഃഖത്തിൽ നിന്ന് നമ്മൾ നേരെ കുട്ടികളൊക്കെ ഒരു സന്തോഷത്തിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വരികയാണ്. മറ്റു കുട്ടികളൊന്നും എത്തിയില്ല, ദുരന്തത്തിൽപ്പെട്ട കുട്ടികളൊന്നും എത്തിയില്ല. 2-ാം തീയതിയാണ് നമ്മൾ പ്രവേശനോത്സവം വെച്ചിരുന്നത്. എന്തായാലും നമുക്ക് സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ നമ്മൾ കേട്ടുകളില്ലാത്ത ഒരു വലിയ സംഭവമാണ് സ്കൂളിൻ്റെ ചരിത്രത്തിൽ. ഞാനും മൻസൂർക്കൊക്കെ തന്നെ ഞാനൊരു 15 കൊല്ലമായി
പല സ്കൂളും PTA ഇതൊക്കെ ആയിട്ട് നിന്ന് നമ്മൾ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പുത്തുമല ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂൾ ഒന്നിച്ച് എന്ത് ചെയ്താൽ ഷഫിൾ ചെയ്തില്ല. ഇതൊരു സ്കൂൾ ഒന്നിച്ച് നമുക്കിവിടെ ഷഫിൾ ചെയ്യുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ഇവിടേക്ക് പഠിക്കാൻ ഒന്നിച്ച് വരികയാണ്. 2-ാം തീയതി വെള്ളാർമല സ്കൂളിൽ നമ്മൾ ഒരു VHSന്റെ ഒരു അവരെ ഓഫീസും സംവിധാനം തന്നെ നമ്മൾ വേറെ തന്നെ അവർക്ക് ആയി കൊടുത്തു. മറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ പ്രത്യേകമായിട്ട് ഓരോ ക്ലാസ് റൂമുകളാക്കി നമ്മൾ ഷഫിൾ ചെയ്തിരുന്നത്. തീർച്ചയായും ഇത്തരത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ. അതായത് 2-ാം തീയതിയോടെ വെള്ളാർമല സ്കൂളിലെ അടക്കം വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഈ വിദ്യാലയത്തിലായിരിക്കും കുറച്ച് അവർ പഠിക്കുക. അവർക്കൊരു മറ്റൊരു വിദ്യാലയം ഉണ്ടാകുന്നത് വരെ അവർ ഇവിടെ തന്നെ ഉണ്ടാകും. അർജുൻ, നേരത്തെ PTA പ്രസിഡന്റ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ് വിദ്യാലയം വീണ്ടും തുറക്കുക, വീണ്ടും ഒരു കുട്ടികൾ പഠനത്തിലേക്ക് പോവുക എന്നത്. പക്ഷേ അത് അത്രത്തോളം എളുപ്പമല്ല. കാരണം ആ സ്കൂളിലെ 3 കുട്ടികളാണ് മരിച്ചത്. സഹപാഠികൾ അത്രത്തോളം വിങ്ങലിലാണ്. സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും ആ വിദ്യാർത്ഥികളുടെ അതേ മാനസിക അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി, അവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി അധ്യയനത്തിലേക്ക് കടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിങ്ങലായി ഇനിയുള്ള ദിവസങ്ങൾ ബാക്കി നിൽക്കും, അവശേഷിക്കും, തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ ആ ഒരു വിങ്ങലോട് കൂടി തന്നെയാണ് വിദ്യാർത്ഥികളെല്ലാം ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. തങ്ങളുടെ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച 3 വിദ്യാർത്ഥികളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ക്ലാസ്സിലുള്ളവർ തന്നെ ഇവിടെ ഉണ്ടായിരിക്കാം. നമുക്ക് ഒരുപക്ഷെ അവരെ അല്പസമയത്തിനകം നമുക്ക് അവരെ കാണുവാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ക്ലാസ്സിലുള്ളവർ തന്നെ ഇവിടെ ഉണ്ടായിരിക്കാം. ആ ഒരു വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ ആ ഒരു ശൂന്യത അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാകും, നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഇവരുടെ കണ്ണുകളെല്ലാം കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും കുറേ ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ സ്കൂൾ തുറന്നതിനുള്ള ഒരു സന്തോഷം കൂടി ഇവർക്കുണ്ട്. ആ ഒരു ദുഃഖത്തിനിടയ്ക്കും ആ ഒരു സന്തോഷം അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനിടെ ഇവരുടെ കൂട്ടുകാരെ വീണ്ടും കാണുവാൻ സാധിക്കുന്നു. ദിവസങ്ങൾക്കായി ഈ കൂട്ടുകാരെ എല്ലാം കണ്ടിട്ട്, തങ്ങളുടെ ആ കൂടെ പഠിച്ച സഹപാഠികളെ കണ്ടിട്ട് ദിവസങ്ങളായി. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു വിദ്യാലയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി തങ്ങളുടെ കൂട്ടുകാരെ വീണ്ടും കാണുന്നു, അവരോട് സംസാരിക്കുന്നു, തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അതായത് ഇത്രയും ദിവസം തങ്ങൾ ഈ സ്കൂളിലേക്ക് വന്നിട്ടില്ല, വീടുകളിലായിരുന്നു. അപ്പോൾ വീട്ടിൽ എങ്ങനെയായിരുന്നു ആ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പലരും ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരടക്കം ഇവിടെയുണ്ട്, ആ വിദ്യാർത്ഥികളടക്കം ഇവിടെയുണ്ട്. ആ വിദ്യാർത്ഥികളടക്കം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇത്തരത്തിൽ ഒരു അനുശോചനം നടത്തിക്കൊണ്ടായിരിക്കും സ്കൂൾ തുറക്കുക. നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആ അനുശോചനം നേരുവാനായി വിദ്യാർത്ഥികൾ ഇവിടെ അണിനിരന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അധ്യാപകരടക്കം ഇവരുടെ ഒപ്പമുണ്ട്. അധ്യാപകർക്കും പറയാനുള്ളത് മറ്റൊന്നുമല്ല, തങ്ങളുടെ എല്ലാമല്ലായ വിദ്യാർത്ഥികൾ 3 വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും തങ്ങളെ വിട്ടുപോയിട്ടുള്ളത്. പക്ഷേ ആ ഒരു ദുഃഖത്തിലും ഈ ഒരു വിദ്യാലയം തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതായത് കുറേ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ക്യാമ്പിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്ക് സാന്ത്വനമേകിയ അധ്യാപകർ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അത്തരത്തിൽ ഈ ക്യാമ്പുകൾ തുടങ്ങുമ്പോൾ തന്നെയും ആദ്യത്തെ ക്യാമ്പ് മുതൽ ക്യാമ്പിൻ്റെ അവസാനം വരെ സ്കൂളിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ ആ ഒരു ക്യാമ്പിനുണ്ടായിരുന്നു. ആ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം എത്തിക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എല്ലാ സംവിധാനം ഒരുക്കാനും ഇവിടെയുള്ള അധ്യാപകരടക്കം, പ്രധാന അധ്യാപകനടക്കം ആദ്യത്തെ ദിവസം മുതൽ നിന്നിരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഈ വിദ്യാലയം തുറന്ന പ്രവർത്തിക്കുന്നത്. ഹൈസ്കൂൾ അടക്കം LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ തുടങ്ങുന്നത്. മാത്രമല്ല 2-ാം തീയതി വെള്ളാർമല സ്കൂളിലെയും മുണ്ടക്കൈ സ്കൂളിലെയും വിദ്യാർത്ഥികൾ കൂടി ഇവിടേക്ക് പഠിക്കാൻ വരുന്നത്. അവരുടെ സ്കൂളുകൾ നഷ്ടപ്പെട്ടതാണ്, അവിടെ സ്കൂളുകൾ ഇല്ല, ഇപ്പോൾ അവർക്ക് ശൂന്യത മാത്രമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവർക്കുകൂടി തുറന്നു കൊടുക്കുകയാണ് ഈ വിദ്യാലയം. വെള്ളാർമല സ്കൂളിലെ 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാം തീയതി ഒരു പ്രവേശന ഉത്സവത്തോടു കൂടിയാണ് ഇവിടെ ആ ഒരു പ്രവേശനം ഉണ്ടാവുക. അത്തരത്തിൽ ആ വിദ്യാർത്ഥികളെ കൂടി തങ്ങളുടെ കൂട്ടുകാരെ പോലെ തന്നെ ഇവർ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച നമുക്ക് 2-ാം തീയതി കാണുവാൻ സാധിക്കും. നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ഒരു അനുശോചനം ഇവിടെ ആരംഭിക്കും. അത് തന്നെയാണ് നേരത്തെ നമ്മുടെ PTA പ്രസിഡന്റ് അടക്കമുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞത്. പ്രധാന അധ്യാപകനടക്കം ആ തിരക്കിലാണ്. അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണവും നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്.